ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ BNB വേൾഡ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കിയുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി മുൻപത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ ഞാനും അപ്പച്ചനും അമ്മയും മക്കളും ആൻറ്റിയുടെ മോനൊക്കെ കൂടെ ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ്, ചേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രമേ നടക്കാനുള്ളൂ. ഞങ്ങൾ രാവിലെ തന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നടന്ന് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ കുർബാനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് സെമിത്തേരിയിലേക്കാണ്. പള്ളിയിൽ നിന്നും അത്യാവശ്യം കുറച്ച് ദൂരം മാറിയിട്ടാണ് കേട്ടോ സെമിത്തേരി വരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ സെമിത്തേരിയിലേക്ക് വന്നു. അന്ന് തന്നെ കുറച്ചധികം ഒപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ സെമിത്തേരിയിൽ. അപ്പോൾ കുറേ നേരം നമുക്കവിടെ നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം പകുതി ആൾക്കാരുടെ ഒപ്പീസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ നേരെ വന്നത് ഇവിടത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പൂവൊക്കെ കൊണ്ടുവന്ന് ചേട്ടൻ്റെ കല്ലറയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും മോനൊക്കെ കൂടെ മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് വയ്ക്കായിരുന്നു കേട്ടോ. മഴ ചേട്ടന് ഇന്നേ വരയ്ക്ക് ചേട്ടൻ്റെ ഒരു കാര്യങ്ങൾക്കും മഴ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടില്ല. ചേട്ടൻ മരിച്ച ദിവസം തൊട്ട് ഇന്നേ വരയ്ക്ക് ചേട്ടൻ്റെ പള്ളിയിലത്തെ കാര്യങ്ങൾക്കോ ചേട്ടൻ്റെ ഒരു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് മഴ ഇന്നേ വരെ ഒരു തടസ്സമായി മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അന്നും ഞങ്ങൾ രാവിലെ വരുന്ന വരെ മഴയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സെമിത്തേരിയിലെത്തുന്നത് കൂടി മഴ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഒരു രീതിയിലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ. ഈ കാര്യങ്ങൾക്കൊക്കെയും നല്ലൊരു അന്തരീക്ഷം തന്നിട്ട് തന്നെയാണ് ചേട്ടൻ ഞങ്ങളെ നോക്കിയിരിക്കുന്ന മോളിൽ നിന്ന്. ഞങ്ങൾ ആരൊക്കെ വരുന്നുണ്ടെന്ന് അവിടെ നിന്ന് കാണുന്നുണ്ടായിരിക്കുമല്ലേ. ഇങ്ങനെയൊക്കെ വിശ്വാസമാണോ അത് ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എങ്കിലും നമ്മൾ ചിന്തിച്ച് പോകും അല്ലേ ചില സമയങ്ങളിൽ. ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ചേട്ടൻ്റെ ഒരു മരണം. എൻ്റെ ഫോണിൽ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് കേട്ടോ എൻ്റെ ചേട്ടനെ എനിക്കിനി കാണാൻ പറ്റില്ലല്ലോ, എൻ്റെ ചേട്ടനിനി ഇല്ലല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരുന്നത്. എത്രയൊക്കെ തല്ലുകൂടിയാലും എത്രയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നാലും ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്ത് ബുദ്ധിമുട്ടിച്ചാലും മരിച്ചു കഴിയുമ്പോൾ നമുക്ക് പല പല ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടോ. കൂടുതൽ ഞാൻ ഒന്നും ചിന്തിക്കാൻ ഞാൻ തയ്യാറാവാറില്ല. കാരണം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മനസ്സും മൈൻഡൊക്കെ ആകെ പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ ചിന്തിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്ന് നേരെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കടലക്കറിയും പുട്ടായിരുന്നു രാവിലെ കഴിക്കാനായിട്ട്. അപ്പച്ചൻ പള്ളിയിൽ നിന്ന് നേരിട്ട് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പച്ചനുള്ള ഭക്ഷണങ്ങളും ചായയൊക്കെ ജോലി സ്ഥലത്തേക്ക് ആൻറ്റിയുടെ മോൻ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പച്ചന് നേരം വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പച്ചൻ നേരെ അങ്ങോട്ട് പള്ളിയുടെ അവിടെ നിന്ന് തന്നെ ബസ്സിൽ അപ്പച്ചൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം വീട്ടിലെ കുറച്ച് പണികളും കുറച്ച് അലക്കാനും പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുടിവെള്ളം നമ്മൾ കിണറ്റിൽ നിന്നാണ് കേട്ടോ കോരിയെടുക്കുക. അപ്പം അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മയുടെ ശരീരം മൊത്തം ഭയങ്കരമായിട്ട് നീർക്കെട്ടും വേദനയും ബുദ്ധിമുട്ടൊക്കെയാണ്. അമ്മയുടെ 2 കൈക്കും തീരെ ബലമില്ലാത്ത പോലെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കോരാനോ പാത്രം കഴുകാനോ തുണി അലക്കാനോ ഒന്നിനും അമ്മയ്ക്ക് 2 കൈ കൊണ്ടും പറ്റുന്നില്ല. ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, എങ്കിലും തീരെ സുഖമായിട്ടില്ല കേട്ടോ. അപ്പോൾ അപ്പച്ചൻ രാവിലെ പണിക്ക് പോകുന്നതിന് മുൻപ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പച്ചൻ പണിക്ക് പോവാറ്. അമ്മയ്ക്ക് ബലം പിടിക്കാനോ വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അപ്പച്ചൻ തന്നെ അമ്മയുടെ കൂടെ രാവിലെ നേരത്തെ എണീക്കും. വീട്ടിലത്തെ എല്ലാ ജോലിയും അപ്പച്ചനാണ് കേട്ടോ അമ്മയുടെ കൂടെ നിന്ന് ചെയ്യണേ. അമ്മ ബാക്കിയുള്ള കാര്യങ്ങൾ അമ്മയെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും, ബാക്കിയൊക്കെ അപ്പൻ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ അപ്പച്ചൻ വൈകിട്ട് വന്നിട്ടാണ് കേട്ടോ വെള്ളം കോരലും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പം ഞാനും ആൻറ്റിയുടെ മോനും കൂടെ ഞാൻ വെള്ളം കോരി കൊടുക്കും. മോൻ സേവി എന്നാണ് കേട്ടോ അവൻ്റെ പേര്. അപ്പോൾ ഞാൻ സേവിയും കൂടിയിട്ടാണ് വെള്ളം കോരണേ. അപ്പോൾ ഞാൻ വെള്ളം കോരാനനുസരിച്ച് അവൻ വീടിൻ്റെ അകത്ത് ഓരോ ബക്കറ്റും കൊണ്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ തല കഴുകാനും കുടിക്കാനും വീട്ടിലത്തേതായ അടുക്കള ആവശ്യങ്ങൾക്കൊക്കെ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുക. ബാക്കിയുള്ളതിന് നമുക്ക് പൈപ്പ് വെള്ളം ഉണ്ട് കേട്ടോ. അതിൻ്റെ കണക്ഷൻ നമ്മൾ ബാക്കിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് 2 നേരമായിട്ട് പൈപ്പിൽ വെള്ളം വരുമ്പോൾ നമ്മൾ ആവശ്യമുള്ള ടാങ്കിലും കാര്യങ്ങളൊക്കെ പിടിച്ച് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം എൻ്റെ വെള്ളം കോരലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇനി ഒരു 2 ദിവസത്തേക്ക് കുടിക്കാനുള്ള വെള്ളം കോരണ്ട, ഞാൻ എല്ലാത്തിലും നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്കിനി പോകണം. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ. അപ്പോൾ എന്തായാലും ഇനി ചെന്നിട്ട് വേണം എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട്. മക്കളെ ആദ്യം
വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം കേട്ടോ എനിക്ക് തിരിച്ച് വരാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഈ വെള്ളം ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഈ കിണറ്റിൽ നിന്ന് കോരി കുടിക്കുമ്പോൾ ഒരുവിധം കിണറുകളിൽ നിന്ന് നമ്മൾ നല്ല വെട്ടുകല്ലിൻ്റെ കിണറാണ് കേട്ടോ. എന്തൊരു തണുപ്പാണെന്നറിയുമോ അതിലത്തെ വെള്ളം കുടിക്കാൻ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നേരെ കുളിച്ച് ഡ്രസ്സ് മാറി വീട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കിണറ്റിൽ നിന്നുള്ള പാളയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാനും ആൻറ്റിയുടെ മോനും മക്കളും ഒരുമിച്ച് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നത്. അവന് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയാണ് അവൻ്റെ വീടിൻ്റെ സ്റ്റോപ്പ്. അപ്പോൾ അവനെ അവിടെ ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഓരോ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ ബസ് സ്റ്റോപ്പ് വരെ വരാമെന്ന് പറഞ്ഞു കൊണ്ടാക്കാനായിട്ട്. ഞാൻ ആദ്യം വരണ്ട എന്ന് പറഞ്ഞതാണ്. അപ്പം അമ്മ പറഞ്ഞു, സാരില്ല, ഞാനിന്നിവിടെ തന്നെയല്ലേ ഉള്ളൂ, നിങ്ങൾ അങ്ങോട്ട് ആക്കിയിട്ട് വരാം, അത്രയും സമയമെങ്കിലും പോയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അമ്മ ഞങ്ങളുടെ കൂടെ വന്നു. വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5-6 മിനിറ്റിൻ്റെ വഴി തന്നെയുള്ളൂ കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിനി ഇവിടെ നിന്ന് ചെന്ന് കുറച്ച് നേരം പറ്റുകയാണെങ്കിൽ ഒന്ന് ഉറങ്ങണം. വീട്ടിൽ നിന്ന് എത്തുമ്പോൾ തന്നെ ഏകദേശം ഞാനൊരു 3-3:30 ആവും. എനിക്ക് 6 മണിക്ക് അവിടെ ഡ്യൂട്ടിക്ക് പഞ്ച് ചെയ്യണം കേട്ടോ. തീരെ അന്ന് കിടന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം തീരെ എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല കേട്ടോ. വീട്ടിൽ വന്നിട്ട് മക്കളൊക്കെ ബസ്സിലിരുന്ന് ഉറങ്ങിയ ക്ഷീണം കൊണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ബസ്സിൽ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.